വിശുദ്ധമായ റമളാൻ ദുആയുടെ മാസമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ കൈ ഉയർത്തി കണ്ണീരൊടുക്കേണ്ടുന്ന മാസമാണ് റമളാൻ. അല്ലാഹു തആല പോലും തന്റെ അടിയാറുകളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാ, ഹൽ മിൻ മുസ്തഗ്ഫിറിൻ നഗ്ഫിറു ലഹു വഹൽ മിൻ തായിബിൻ നതൂബു അലൈഹി വഹൽ മിൻ സായിലിൻ നുഅതി സുആലഹു വഹൽ മിൻ ദാഇൻ നുജീബു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിയാറുകളോട് വിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിൽ, പ്രത്യേകിച്ച് രാവുകളിൽ അല്ലാഹു വിളിച്ചു ചോദിക്കുകയാ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ നഗ്ഫിറു ലഹു. എന്റെ അടിമകളെ, എന്റെ അടിയാറുകളെ, എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആരെങ്കിലുമുണ്ടോ? എന്നോട് പാപമോചനം നേടാൻ ആരെങ്കിലുമുണ്ടോ? ചെയ്തുപോയ തെറ്റുകൾ എന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട്, പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ നാദാ. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ തേടാനുണ്ടോ? എങ്കിൽ നഗ്ഫിറു ലഹു, നിങ്ങളുടെ പാപങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്ന മാസമാണ് റമളാൻ. വഹൽ മിൻ തായിബിൻ നതൂബു അലൈഹി, എന്നോട് തൗബ ചെയ്യാൻ ആരുണ്ടോ? പടച്ചവരെ, അല്ലാഹുവേ, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് തെറ്റുകൾ, പിഴവുകൾ സംഭവിച്ചു പോയി നാഥാ, ഞാൻ അതിന്റെ പേരിൽ ഖേദിക്കുന്നു അല്ലാ, ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാ എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരുടെ തൗബ ഞാൻ സ്വീകരിക്കാമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന മാസമാണ് റമളാൻ. വീണ്ടും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വഹൽ മിൻ സായിലിൻ നുഅതി സുആലഹു, എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിന്റെ പ്രശ്നങ്ങളില്ലയോ, പ്രയാസങ്ങളില്ലയോ, പ്രതിസന്ധികളില്ലയോ? രോഗത്തിന്റെ കാരണം പറഞ്ഞ്, കടങ്ങളുടെ കാര്യം പറഞ്ഞ്, ജീവിത പ്രയാസങ്ങളുടെ കാര്യം പറഞ്ഞ് എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വഹൽ മിൻ സായിലിൻ, അങ്ങനെ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ നുഅതി സുആലഹു, അവർക്ക് ചോദിക്കുന്നതൊക്കെയും ഞാൻ നൽകുന്ന മാസമാണ് റമളാൻ. വഹൽ മിൻ ദാഇൻ, എന്നെ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്നോട് ദുആ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? നുജീബു ദഅവതഹു, അവരുടെ ദുആ ഞാൻ സ്വീകരിക്കുന്ന മാസമാണ് റമളാൻ. ദുആ ചെയ്യുന്നവരുടെ ദുആ സ്വീകരിക്കുന്ന, അല്ലാഹുവിനോട് ആവശ്യം പറയുന്നവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരുടെ തൗബകൾ സ്വീകരിക്കുന്ന, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇസ്തിഗ്ഫാറൊക്കെയും സ്വീകരിക്കുന്ന വിശുദ്ധിയുടെ മാസമാണ് റമളാൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക, ഇതാണ് റമളാൻ. അല്ലാഹു തആല നമ്മുടെ വിളി കേൾക്കുന്ന മാസമാണ് റമളാൻ. വിളിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ? നോമ്പുകാരുടെ ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടും. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ, നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടും. നമ്മൾ വീട്ടിലാണ് എങ്കിൽ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് പിതാവ് ദുആ ചെയ്യണം, ഇല്ലെങ്കിൽ ഉമ്മ ദുആ ചെയ്യണം, ഇല്ലെങ്കിൽ മക്കൾ ദുആ ചെയ്യണം. പള്ളിയിലാണെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എല്ലാവരും ചേർന്ന് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ദുആയുടെ മാസമാണ് റമളാൻ. എന്ത് ചോദിച്ചാലും അല്ലാഹു തആല തരും, എന്താവശ്യപ്പെട്ടാലും അല്ലാഹു തആല നമുക്ക് തരും. ഇതാണ് റമളാന്റെ ഒരു പ്രത്യേകത. പക്ഷേ സഹോദരങ്ങളെ, ഒന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? രണ്ട്, ചോദിച്ചാൽ ഉത്തരം നൽകപ്പെടാൻ നമ്മൾ യോഗ്യരാണോ? അതാണ് നമ്മുടെ വിഷയം. വിശുദ്ധ റമളാൻ ദുആയുടെ മാസമാണ്. ദുആ ചെയ്താൽ അല്ലാഹു തരും. പക്ഷേ അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു തആല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ നമ്മൾ യോഗ്യരാണോ? ഇല്ലെങ്കിൽ റമളാന് മുമ്പ് നാം യോഗ്യരായി മാറണം. നമ്മൾ യോഗ്യരായി മാറണം. അല്ലാതെ ഇങ്ങനെ കണ്ടച്ച് ചണ്ട ചെളിയിലും തണ്ട കുണ്ടിലും എല്ലാം ഇങ്ങനെ ഓടി മറിഞ്ഞങ്ങട്ട് ചെല്ലുമ്പോ റമളാനിലോട്ട് ചെന്ന് കേറലല്ല. റമളാന് മുമ്പ് നാം പരിശുദ്ധരാകണം. നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനുള്ള യോഗ്യത നമുക്കുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കേ.
സാമ്പത്തിക വിശുദ്ധി നമുക്കുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, സാമ്പത്തിക വിശുദ്ധിയുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിലയിരുത്തണം. ഇസ്ലാം അനുവദിച്ചതും അനുവദിക്കാത്തതുമായ സാമ്പത്തിക മാർഗങ്ങളില്ലേ? നമുക്കൊക്കെ അറിയാലോ. പലിശ ഹറാമാണ്, ലോട്ടറി ഹറാമാണ്, കൈക്കൂലി ഹറാമാണ്, അഴിമതി ഹറാമാണ്, വഞ്ചന ഹറാമാണ്, കള്ളക്കച്ചവടം ഹറാമാണ്, മദ്യക്കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും ഹറാമാണ്, ന്യൂനതകൾ മറച്ചുകൊണ്ടുള്ള കച്ചവടം ഹറാമാണ്. എന്നാൽ ഈ സാമ്പത്തികമായ അശുദ്ധികളിൽ നിന്നും മാറി നിന്ന് ജീവിക്കുന്നവരാണോ നാം? റമളാനൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറണം, പലിശയിൽ നിന്നൊക്കെ ഒഴിവാകണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, പലിശയൊന്നും മിണ്ടാൻ പാടില്ല. പലിശയെ പറ്റി ഇന്നൊരക്ഷരം പറയാൻ പാടില്ല. ഏതെങ്കിലും നാട്ടിൽ 35 വർഷം നിന്ന ഇമാമ്, 40 വർഷം നിന്ന ഇമാമ്, ആ ഇമാമ് ആ ജുമഅക്ക് പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരിക്കൽ പലിശ എന്ന വിഷയം എടുത്തിരിക്കുന്നു. 35 വർഷം ഒരു മഹല്ലിൽ നിന്ന ഇമാം പലിശ എന്ന വിഷയം എടുത്തു. 4 ആഴ്ച പലിശയെ പറ്റിയിട്ട് ചർച്ച ചെയ്താൽ 5ാമത്തെ ആഴ്ച വേറെ പള്ളി നോക്കിക്കോണോ ഉസ്താദ്, പലിശയെ പറ്റിയൊന്നും മഹല്ലിൽ പറയാൻ പാടില്ല. പലിശയെ പറ്റി പറഞ്ഞൂടാ. പള്ളി മുതലാളിമാർക്ക് ഹാലടക്കം ഉണ്ടാവും, നാട്ടിലെ പലിശക്കാർക്ക് ഹാലടക്കം ഉണ്ടാവും. ഉസ്താദിനെ പറ്റി പിന്നെ കുറ്റങ്ങളും കുറവുകളും പറയാൻ തുടങ്ങും. ഉസ്താദിന്റെ ഓതല് ശരിയല്ല, പ്രസംഗം ശരിയല്ല, മദ്രസയെ പഠിപ്പിക്കുന്ന ശരിയല്ല, ലീവ് കൂടുതലാ, അടുത്ത ആഴ്ച വേറെ പള്ളി നോക്കിക്കോണം. പലിശക്കെതിരെ പ്രസംഗിക്കാൻ പാടില്ല. കാരണം എന്താ? പള്ളി പരിപാലനം ഇല്ലല്ലോ. ഇപ്പൊ പള്ളി ഭരണസമിതിയല്ലേ, ഭരണം പിടിച്ചെടുക്കുന്നു. ഇന്നിപ്പോ മഹല്ല് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭവനം, അത് പരിപാലിക്കാനുള്ള യോഗ്യതയുള്ളവരാണോ? ആ പരിപാലനം തന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ചിന്തയുണ്ടോ? മഹല്ല് തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ്, അടി, പ്രശ്നം, നോട്ടീസ് ഇറക്കുന്നു, ഫ്ലെക്സ് ഇറക്കുന്നു, ഇടിവണ്ടി വരുന്നു, പോലീസ് വരുന്നു, പട്ടാളം വരുന്നു, ആകെ കുഴപ്പം. എന്നിട്ടെന്താ? നിസ്കാരമില്ലാത്തവരും പലിശക്കാരും കള്ളക്കച്ചവടക്കാരും അഴിമതിക്കാരനും യാതൊരു വിശുദ്ധിയുമില്ലാത്തവർ മഹല്ല് കമ്മിറ്റികൾ, പള്ളികൾ ഭരിക്കുന്നവരായി മാറിയിരിക്കുന്നു. അതിന്റെ പേരിൽ എന്താണ്? മഹല്ലുകൾ കൈകാര്യം ചെയ്യുന്ന ആ മഹല്ലിന്റെ ആത്മീയ നേതൃത്വങ്ങളായ ഖതീബുമാർക്ക്, ഇമാമുമാർക്ക്, ദീനിന്റെ പ്രബോധകർക്ക് ഇസ്ലാമിന്റെ അന്തസ്സത്തകൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. പലിശക്കെതിരെ മിണ്ടിപ്പോവാൻ പാടില്ല മുസ്ലിയാര്. പള്ളിയിലെ ഇമാമ് വരുമ്പോ ആദ്യം ഓഫീസിൽ വിളിച്ചിട്ടൊരു ടെസ്റ്റിംഗ് നടത്തും, അല്ലേ? ഇമാമിന്റെ ഫാത്തിഹ ശരിയാണോ? ഏതാ 10-12 വർഷം വലിയ വലിയ ഉസ്താദന്മാരുടെ മുമ്പിലിരുന്ന് ഖുർആൻ പഠിച്ച, സഹീഹുൽ ബുഖാരി പഠിച്ച, മുസ്ലിം പഠിച്ച, ഹദീസിന്റെ കിതാബ് പഠിച്ച, എത്രയോ ഫിഖഹിന്റെ കിതാബുകൾ പഠിച്ച ഉസ്താദന്മാരെ വിളിച്ചിരുത്തിയിട്ട് ഫാത്തിഹ പോലും എനിക്ക് ഓതാൻ അറിയോ എന്നൊന്നും ഒരു ചിന്തയൊന്നുമില്ല. വാട്സാപ്പിൽ ബന്ധപ്പെട്ട ഒരു ഫാത്തിഹ ഇങ്ങോട്ട് ഓതി അയക്ക്, ഞാൻ ഒന്ന് കേട്ടു നോക്കട്ടെ. അല്ലാഹു റബ്ബി, ഇമാം ഇല്ലാത്ത ഒരു ദിവസം ഒന്ന് കേറി ഇമാമത്തേക്കാന്ന് പറഞ്ഞു നോക്കെ, വിറയ്ക്കാൻ തുടങ്ങും. എത്രയോ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. നാട്ടിലെ മുസ്ലിയാക്കന്മാരെ മൊത്തം നിയന്ത്രിക്കുന്ന വലിയ ആളുകളാണ്. സ്വന്തം ഉമ്മ മരിച്ചപ്പോ ഞാൻ വലിയ കാര്യത്തി ജനാസ സംസ്കരിക്കാന്ന് പറഞ്ഞവിടെ കേറി നിന്നു. തക്ബീർ 1 ചൊല്ലി, 2 ചൊല്ലി, 3 ചൊല്ലി, 4 ചൊല്ലി, 5 ചൊല്ലി, 6 ചൊല്ലിയിട്ട് നിസ്കാരം തീരുന്നില്ല. ഇയാള് ചെയ്തോ പെരുന്നാൾ നിസ്കാരം വന്ന ഇമാമിന്റെ നിസ്കാരം ഓതനിഞ്ഞോട്ട് അയച്ചുവിട്, ഞാൻ നോക്കട്ടെ. ഉമ്മ മരിച്ചു കിടന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയില്ല. ഇതല്ലേ അവസ്ഥ? എന്നിട്ടെന്തായി? മഹല്ല് ഭാരവാഹികൾ പള്ളി മുതലാളിമാരായി മാറിയിട്ട് ഇമാമിങ്ങൾ പലിശക്കെതിരെ മിണ്ടാൻ പാടില്ല, ഉസ്താദിനെ ശത്രുവായി കാണും. നാട്ടിൽ പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാക്കന്മാര് പലിശക്കെതിരെ മിണ്ടാൻ പാടില്ല. ഹദീസുകൾ ഒരുപാടുണ്ടല്ലോ, പലിശക്ക് എത്രയോ ബാബുകളുണ്ട്. അതിന്റെ ഏറ്റവും താഴെ ഉമ്മഹു, സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞാൽ ഇത് നമ്മളെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാ. കാരണം മഹല്ല് കമ്മിറ്റിയിൽ പോലും എത്രയോ നാടുകളിൽ പലിശക്കാര്, ഒരു നാട്ടിൽ വലിയ പ്രശ്നവും കുഴപ്പവും അടിയൊക്കെ ഉണ്ടായി. എന്താ കാര്യം? മഹല്ലിന്റെ പൈസ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവുമല്ലോ, ഈ പണം എടുത്ത് മറിച്ച് പുറത്ത് പലിശക്ക് കൊടുത്തേക്കുക മഹല്ല് കമ്മിറ്റിക്കാര്.
എത്ര സാലിഹീങ്ങളായ പലിശക്കാരാ നോക്കണേ. മഹല്ലിന്റെ പണം. നമ്മുടെ എത്രയോ നാടുകളിൽ ഇതുപോലെയുള്ള വാർത്തകൾ വരികയാ. പലിശയൊന്നും ഹറാമാണെന്ന് പറയാൻ പാടില്ല. പലിശക്കാരന്റെ ഒരു ഇബാദത്തും അല്ലാഹുവിന് വേണ്ട. പലിശക്കാരുടെ ഒരു നോമ്പും അല്ലാഹുവിന് വേണ്ട. പലിശക്കാരുടെ ഒരു ദുആയും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല. പിന്നെ റമളാനിൽ ഈ പലിശയിൽ മുങ്ങിക്കിടക്കുന്ന നമ്മൾ റമളാനിലോട്ട് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പള്ളിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ തന്നെ കാരണം റമളാന് ബക്കറ്റ്, ജുമായിക്ക് ബക്കറ്റ് എടുക്കുക. അപ്പൊ പറഞ്ഞു, പരസ്യമായി പറഞ്ഞു, എല്ലാരും അതിലിടണം. ദയവ് ചെയ്തു പലിശക്കാർ ഒരു രൂപ പോലും ഇട്ടേക്കല്ലേ. ആകെ കുഴപ്പമായി, ആകെ പ്രശ്നമായി. നമ്മുടെ സ്വന്തം അനുഭവം തന്നെ നമ്മൾ ഓർത്തു നോക്കി സഹോദരങ്ങളെ. പലിശക്കെതിരെ പ്രസംഗിക്കാൻ പോലും പാടില്ല. ഈ പലിശയിൽ മുങ്ങിക്കൊണ്ട് റമളാനിലെത്തിയിട്ട് എന്ത് നേട്ടവാ, എന്ത് കാര്യവാ? അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചോളിൻ, മുഅ്മിനീങ്ങളെ അല്ലാഹനെ നിങ്ങൾ സൂക്ഷിച്ചോളിൻ. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ പലിശയുടെ ഇടപാടുകൾ എല്ലാം നിങ്ങൾ വിട്ടേക്കുക, എല്ലാം നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള മൂലധനം നിങ്ങൾക്ക് വാങ്ങിക്കാം, പലിശ വാങ്ങാൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫഇല്ലം തഫ്അലൂ, ഇനി നിങ്ങൾക്കത് പറ്റില്ല എങ്കിൽ പള്ളിയിലെ ഉസ്താദിനോടൊന്നും ശത്രുത തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. പലിശക്കാർ, പലിശയുമായി ബന്ധപ്പെടുന്നവരോട് അല്ലാഹുവിന്റെ അറിയിപ്പ്, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാനുള്ള യുദ്ധപ്രഖ്യാപനം അല്ലാഹ് നടത്തുക. ആരോട്? പലിശക്കാരോട്. പലിശക്കാരോട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താവശ്യം വന്നാലും ഉടൻ തന്നെ പലിശയ്ക്ക് വേണ്ടി പണമെടുക്കാനോടുന്നവരല്ലയോ? അതേ കയറിക്കിടക്കാൻ ഒരു കിടക്കാടം വേണം, ശരി തന്നെയാ, ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാ. എന്നാലും നാട്ടുകാരെ മുഴുവനും തോൽപ്പിക്കുന്നതിന് വേണ്ടി കെട്ട്, വലിയ കൊട്ടാരം പണിയാൻ വേണ്ടി കെട്ട് ലക്ഷക്കണക്കിന് പോയിട്ട് ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് ലോൺ എടുക്കുന്നവരെ, പൊന്നുമോളുടെ വിവാഹം നടത്തണം, സുന്നത്തായ വിവാഹം നടത്തണം. ഇന്ന അഅ്ലമൻ നിക്കാഹി ബറകതൻ ഐസറുഹു മുഅ്നാ, ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് എന്ന് പറയുന്നത് അനാവശ്യ ആഡംബര ചെലവുകൾ ഒഴിവാക്കിയുള്ള നിക്കാഹാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ വിവാഹങ്ങളൊന്ന് ആർഭാടത്തിന്റെ കൂത്തരങ്ങുകളായി മാറിയില്ലേ? ദീനിന്റെ ആളുകൾ, ദീനിന്റെ വക്താക്കൾ എന്ന് പറയപ്പെടുന്നവർ പോലും ആൺമക്കളുടെയും പെൺമക്കളുടെയും വിവാഹങ്ങൾ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് പണം പൊടിപൊടിക്കുകയാ. സ്വാധീനമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരാം, സ്വാധീനമുണ്ടെങ്കിൽ ആലിമീങ്ങളെയും വലിയ വലിയ പ്രഭാഷകന്മാരെയും തങ്ങന്മാരെ വേണമെങ്കിലും കൊണ്ടുവരാം. എന്നിട്ട് വിവാഹം ഇങ്ങനെ അടിച്ചു പൊടിച്ചിട്ട് ഉത്സവമാമാങ്കങ്ങൾ പോലെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനു വേണ്ടിയിട്ട് പോലും ലക്ഷക്കണക്കിന് രൂപ പലിശപ്പണം എടുക്കുകയല്ലേ? എന്ത് ബറക്കത്തുണ്ടാകാനാ മുഅ്മിനേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പൊന്നുമോനെ ഗൾഫിൽ പോകാൻ വിസ ശരിയായി, പെട്ടെന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ ആവശ്യമുണ്ട്. ഉടൻ തന്നെ നാട്ടിലെ ഏറ്റവും വലിയ വട്ടിപ്പലിശക്കാരന്റെ അടുക്കലേക്ക് പോയിട്ട് പണം കടവാങ്ങുന്നവര്, കയ്യിൽ കിടക്കുന്ന സ്വർണമൊക്കെ ഊരിയിട്ട് പലിശയ്ക്ക് പണയം വെക്കുന്നവരെ, ഈ പലിശയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചതെന്താ? ഇന്നർ റജുല യുസീബു ദിർഹമൻ മിനർ റിബാ, ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽ 1 ദിർഹം പലിശയിലൂടെ കടന്നു വന്നതായി മാറിയാൽ അഅ്ലമു ഇൻദല്ലാഹി ഫിൽ ഖത്വീഅ, ആ 1 രൂപ പലിശയുടെ പാപം എത്രത്തോളം എന്നറിയുമോ? മിൻ 36 സനിയത യസ്നിഹ റജുലു, 36 തവണ വ്യഭിചരിച്ചതിനേക്കാളും വലിയ അപകടമാണ് 1 രൂപ പലിശയിലൂടെ കടന്നു വന്നാൽ. ഈ പലിശയുമായി നമ്മൾ ബന്ധം പുലർത്തുന്നവരാണോ? ഈ ഹറാമായ സമ്പത്തുമായി ബന്ധം പുലർത്തുന്നവരാണോ? പലിശ മാത്രമല്ല, കള്ളക്കച്ചവടം നടത്തുന്നുണ്ടോ? കള്ള് കച്ചവടം നടത്തുന്നുണ്ടോ? മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടോ? ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണോ? പൊതുജനത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അഴിമതി കാട്ടുന്നവരാണോ? കൈക്കൂലി കാണിക്കുന്നവരാണോ? ആ സമ്പത്തിൽ സൂക്ഷ്മതയില്ലാത്തവരാണോ? ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവരാണോ? എല്ലാവരും ഒന്ന് ഓർത്തുകൊള്ളട്. ഹറാമായ സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണോ? എങ്കിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ നന്മകൾ കൊണ്ടൊരു നേട്ടവും നിങ്ങൾക്കില്ല.
റമളാൻ വരുന്നതിന് മുമ്പ് സാമ്പത്തിക വിശുദ്ധി കൈവരിക്കണം. സാമ്പത്തികമായി എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പരിഹാര മാർഗങ്ങൾ അവലംബിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കീഴപേക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്യണം. എത്രയും എളുപ്പത്തിൽ ആ ഹറാമായ സമ്പത്തിൽ നിന്നെല്ലാം ഒഴിവാകണം. കാരണം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു തആല പരമപരിശുദ്ധനാ, പരിശുദ്ധിയില്ലാത്തതൊന്നും പടച്ചവൻ സ്വീകരിക്കൂല. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഇന്നല്ലാഹ അമറ ബിഹിൽ മുഅ്മിനീൻ കബാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളോട് പടച്ചവൻ നടത്തിയ ഒരു കൽപ്പന എല്ലാ മുഅ്മിനീങ്ങളോടും അല്ലാഹു നടത്തുകയാ. എന്താണത്? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. അല്ലയോ എന്റെ പ്രവാചകന്മാരെ, നിങ്ങളുടെ സമ്പത്ത് സംശുദ്ധമാക്കുക. അംബിയാ മുർസലീങ്ങളോട് പടച്ചവൻ എന്താണോ പറഞ്ഞത് എല്ലാ മുഅ്മിനീങ്ങളോടും അല്ലാഹു തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, സംശുദ്ധമായ സമ്പത്തിന്റെ ഉടമസ്ഥരായി മാറുക. അതോടുകൂടി പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക. സംശുദ്ധമല്ലാത്ത സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെടുന്നവരെ അല്ലാഹുവിന് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ടൊരു മനുഷ്യനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു തരികയാ. എങ്ങനെയുള്ള മനുഷ്യനായ ദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പുണ്യങ്ങൾ തുണ്യങ്ങൾ തേടിക്കൊണ്ട് തീർത്ഥാടന യാത്ര നടത്തുന്ന ഒരു മനുഷ്യനാണ്. ദീർഘദൂര യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അശ്ഗസ അഖ്ബറ. അദ്ദേഹത്തിന്റെ യാത്രകൾ കാരണമായി തലമുടിയെല്ലാം പൊടി പിടിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങളൊക്കെയും അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയുടെ ക്ലേശങ്ങളും കഷ്ടതകളും മനസ്സിലാക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു. ദീർഘദൂരം യാത്ര ചെയ്തതിന്റെ പേരിൽ വസ്ത്രമൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്, തലമുടിയെല്ലാം പൊടി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, ആ യാത്രക്കാരന്റെ പ്രത്യേകത എന്തെന്നറിയുവോ? റസൂലുള്ള പഠിപ്പിക്കുന്നു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തിൻ ലാ ശക്ക ഫീഹിന്ന. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഉറപ്പായും പടച്ചവൻ സ്വീകരിക്കുമത്രേ. അതിൽ ഒരു വിഭാഗം ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരുടെ പ്രാർത്ഥനയാ. യാത്രക്കാരുടെ പ്രാർത്ഥനയല്ല സ്വീകരിക്കുന്നതാ. അതുകൊണ്ട് യാത്രക്കിടയിൽ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്നതാ. അങ്ങനെ ഒരു യാത്രക്കാരനെയാ റസൂലുള്ള പഠിപ്പിച്ചു തരുന്നത്. വിദൂരത്തിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനാ. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തലമുടികളിലും പൊടി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ പക്ഷേ തന്റെ 2 കൈകളും ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സദാസമയത്തും ദുആയാണ്. യാ റബ്ബ് യാ റബ്ബ് റബ്ബേ 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 എന്ന് വിളിച്ചുകൊണ്ട് 2 കൈകളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നടക്കുന്ന സ്വീകാര്യയോഗ്യമായ ദുആയ്ക്ക് ഉടമസ്ഥനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. അയാളുടെ ദുആയ്ക്കൊരു കുറവുമില്ല. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് നിന്നിരിക്കുന്ന മനുഷ്യനാ. പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയുമോ? റസൂലുള്ള പഠിപ്പിക്കുന്നു, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയുമോ? വമത്അമുഹു ഹറാം. ഇത്രത്തോളം ദുആ ചെയ്യുമ്പോഴും, കൈ ഉയർത്തി കണ്ണീരൊഴുക്കുമ്പോഴും അയാൾ കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാ. വമശ്റബുഹു ഹറാം. അയാൾ കുടിക്കുന്നത് ഹറാമിന്റെ പാനീയമാ.
വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്നത് ഹറാമിന്റെ വസ്ത്രമാ. ഫഗുദിയ ബിൽ ഹറാം, അയാൾ വളർത്തപ്പെട്ടത് തന്നെ ഹറാമു കൊണ്ടാ. അങ്ങനെ ഹറാമ് തിന്നുന്നയാള്, ഹറാമ് കുടിക്കുന്നയാള്, ഹറാമ് ധരിക്കുന്നയാള്, ഹറാമിലൂടെ വളർന്നു വന്ന ആള്, റസൂലുള്ള ചോദിക്കുന്നു ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എത്ര തന്നെ ദുആ ചെയ്തെന്ന് പറഞ്ഞാലും ഹറാമായ സമ്പത്തുമായി ബന്ധപ്പെടുന്നവന്റെ ദുആ എങ്ങനെയല്ല സ്വീകരിക്കാൻ? അല്ലാഹു അങ്ങനെയുള്ളവരുടെ ദുആ സ്വീകരിക്കൂല. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ റമദാനിൽ നമ്മൾ എത്രയാ ദുആ ചെയ്യുന്നത്? അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് ആ അത്താഴം കഴിച്ചിട്ട് സുബഹിക്ക് മുമ്പായിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നവരല്ലയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നവരല്ലയോ? ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നില്ലയോ? മജ്ലിസിന്റെ ബയാനിന്റെ മജ്ലിസുകളിൽ, തഅലീമിന്റെ മജ്ലിസുകളിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നില്ലയോ? നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ദുആ ചെയ്യുന്നില്ലയോ? തറാവീഹ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ലയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ലൈറ്റ് അണച്ചിട്ട് തസ്ബീഹ് നിസ്കരിച്ചിട്ട് ഒരുപാട് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വിശുദ്ധമായ റമദാനിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരല്ലയോ? അതേ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുടുംബത്തിന് വേണ്ടി അത്താഴമുണ്ടാക്കുന്നവരാ. സുബഹി കഴിഞ്ഞിട്ടായാലും വീട്ടിലെ കുഞ്ഞുമക്കളുണ്ട്, സ്കൂളിൽ പോകണം, പരീക്ഷയുണ്ട്, അവരെ ഒരുക്കി വിടണമെന്ന് കരുതിയിട്ട് ഉറങ്ങാൻ പോലും പറ്റൂല. അവർക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിടണ്ടേ, പിന്നെ വീട് മുഴുവനും വൃത്തിയാക്കണ്ടേ, പിന്നെ വീട്ടിലെ വസ്ത്രങ്ങൾ അലക്കണ്ടേ. അപ്പോഴേക്കും ളുഹറിന്റെ സമയമായി. പിന്നെ ളുഹർ കഴിഞ്ഞ് കുറച്ചെങ്കിലും ഖുർആനൊന്നും ഓതേണ്ടേ. അത് കഴിഞ്ഞ് അല്പമൊന്നും മയങ്ങിയിട്ട് വീണ്ടും അസറിന് മുമ്പ് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടേ. ഇതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ റബ്ബേ, രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ, ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ, ലക്ഷക്കണക്കിന് കടങ്ങൾ വീട്ടിൽ തരണേ റബ്ബേ, ഗൾഫിൽ പോയ പൊന്നുമോന് നല്ല ജോലി കൊടുക്കണേ റബ്ബേ, എന്റെ മക്കൾക്ക് നല്ല ഇണകളെ കൊടുക്കണേ റബ്ബേ, വിവാഹം കഴിഞ്ഞ മക്കൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണേ റബ്ബേ. ഇതൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുകയല്ലേ? ഇങ്ങനെ കണ്ണീരൊഴുക്കി ദുആ ചെയ്യുമ്പോ, അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം മുഅ്മിനേ. വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഗുദിയ ബിൽ ഹറാം. ഹറാം കഴിക്കുന്നവരാണോ? ഹറാം കുടിക്കുന്നവരാണോ? ഹറാം ധരിക്കുന്നവരാണോ? ഹറാമിലൂടെ വളർന്നു വന്നവരാണോ? ഹറാമായ സമ്പത്തുമായി ബന്ധപ്പെടുന്നവരാണോ? ഫഅന്നാ യുസ്തജാബു ലഹു, ഇല്ല ഇല്ല, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. എത്ര കരഞ്ഞെന്ന് പറഞ്ഞാലും, ഏത് റമളാനാണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ വിതുമ്പിയെന്ന് പറഞ്ഞാലും ഹറാമായ സാമ്പത്തിൽ നിന്നും മാറിയില്ലയോ? ഒരിക്കലും അല്ലാഹു ദുആ സ്വീകരിക്കൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ റമളാന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് ഹറാമായ എല്ലാ സാമ്പത്തിക മേഖലകളിൽ നിന്നും മാറണം. ഒരു പലിശ മാത്രമൊന്നുമില്ല, പലിശ ഇന്ന് വ്യാപകമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. പലിശ മാത്രമൊന്നും, എല്ലാം എല്ലാം ലോട്ടറി എടുക്കുന്ന മുഅ്മിനീങ്ങളില്ലേ, തൗബ ചെയ്യണം പടച്ചവനോട്, തൗബ ചെയ്യണം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. ചൂതാട്ടത്തെ കള്ളുകുടിയോട് ചേർത്തിട്ടാണ് അല്ലാഹു പറഞ്ഞത്. അത് പൈശാചിക മോശ പ്രേരണകളിൽ നിന്നുള്ള ഒന്നാ. ലോട്ടറി എടുക്കുന്നവർ, ചീട്ട് കളിക്കുന്നവർ, ഓൺലൈൻ റമ്മി കളിക്കുന്നവർ. മലയാള മനോരമ, മാതൃഭൂമി പത്രം വരുമ്പോ ഭാഗ്യ താരാ പദ്ധതി പെണ്ണുങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാർഡ് എടുത്ത് വെച്ച് ചുരണ്ടൂല്ലേ, അത് ലോട്ടറിയാ, ചൂതാട്ടവാ. ഭാഗ്യ സമ്മാന പദ്ധതിയാ, ചുരണ്ടുന്നു. അല്ലാഹുവേ, ഒരു ഗോൾഡ് കോയിൻ, ഒരു VCR, ഒരു മാരുതി കാർ, ഒരു ബ്ലൗസിന്റെ തുണ്ടെങ്കിലും കിട്ടണേ റബ്ബേ. ഹറാമാ.
ലോട്ടറിയാണത്. ഒരു കാര്യമില്ല. ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹറാമാണ്, ഹറാമുമായി ബന്ധപ്പെട്ടതാണ്, ഹറാമുമായി ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? റമളാനിൽ പോലും ലോട്ടറി എടുക്കുന്നവരുണ്ടാവും. റമളാനിൽ പോലും എന്നിട്ടൊരു ദുആ, രാത്രിക്ക് തഹജ്ജുദിനൊക്കെ എഴുന്നേറ്റൊരു ദുആ, സുബഹി കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ യാസീൻ ഇലാ ഹളറത്തി ഓണം ബമ്പർ അൽ ഫാത്തിഹ, ഒരു പ്രത്യേക യാസീൻ, പ്രത്യേക 2 റക്അത്ത്, എന്നിട്ടൊരു നേർച്ച അങ്ങ് ചെയ്യും. അല്ലാഹുവേ ഈ ലോട്ടറി എങ്ങാണോ അടിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് വേണ്ടിയിട്ട് 2 ഞാനും കൊടുത്തേക്കാം അല്ലേ? പള്ളിയിലേക്ക് അവിടെ ആരെങ്കിലും ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാൻ ഏത് പള്ളിക്കാര് നോക്കും? എവിടെ നോക്കുന്നുണ്ട്? ഇങ്ങനെ ലോട്ടറിയുമായി ബന്ധപ്പെടുക, എന്നിട്ട് പോയി നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്താ? മസലുൽ ലദീ യൽഅബു ബിന്നർദി സുമ്മ യഖൂമു ഫയുസല്ലി കമസലിൽ ലദീ യതവല്ലഉ ബിൽ ഖൈഹി വലഹ്മിൽ ഖിൻസീർ സുമ്മ യഖൂമു ഫയുസല്ലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ചൂതാട്ടവും ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവരുടെ ഉപമ എന്താ? കമസലിൽ ലദീ യതവല്ലഉ ബിൽ ഖൈഹി വലഹ്മിൽ ഖിൻസീർ സുമ്മ യഖൂമു ഫയുസല്ലി. ലോകത്തെ ഏറ്റവും നിന്ദ്യമായ നികൃഷ്ടമായ ജീവിയായ പന്നിയുണ്ടല്ലോ, സദാസമയത്തും മലത്തിലും മൂത്രത്തിലും അഴുക്കുകളിലും മാലിന്യങ്ങളിലും കഴിയുന്നതായ പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ വായിൽ നിന്ന് ഛർദിയും രക്തവും ഒക്കെ പുറത്തേക്ക് വരികയാ. പന്നിയുടെ ശരീരത്തിൽ വ്രണങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടത് പുറത്തേക്ക് വരികയാ. ഒരു മനുഷ്യൻ ചെന്ന ദ്രാവകങ്ങളൊക്കെ കയ്യിലിങ്ങനെ കോരിയെടുത്തിട്ട് ഒരാള് അതുകൊണ്ട് മുഖം കഴുകിയിട്ട്, അതുകൊണ്ട് കൈ കഴുകിയിട്ട്, അതുകൊണ്ട് തല തടകയിട്ട്, അതുകൊണ്ട് കാല് കഴുകിയിട്ട്, പന്നിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ വൃത്തികെട്ട ദ്രാവകം കൊണ്ട് വുളൂ ചെയ്തിട്ട് ഒരാള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ എത്ര അറപ്പോടെയും വെറുപ്പോടുകൂടിയുമായിട്ടോ അവനെ കാണുന്നത്. അതേ സ്ഥാനമാ ലോട്ടറിയും എടുത്തിട്ട് നിസ്കരിക്കാൻ വരുന്നവൻ ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്. ഹറാമിൽ നിന്നൊഴിവായിക്കോളി. വഞ്ചന, ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക. പൊതുജനത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. പാർട്ടി ഫണ്ട് കൈകാര്യം ചെയ്യുക, സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ, മഹലിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ, ഇതൊക്കെ തോന്നിയ പോലെ എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ചെലവാക്കാനുള്ളതല്ല. ചോദ്യം ചെയ്യപ്പെടും. ഓരോ രൂപയും ചോദ്യം ചെയ്യപ്പെടും. 1 രൂപ അന്യാധീനപ്പെട്ടു പോയാൽ, ഒരു പണം അതിൽ നിന്നും ഹലാലല്ലാത്ത മാർഗത്തിലേക്ക് പോയാൽ, ആ പൊതുജനത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അഴിമതി അതിൽ സംഭവിച്ചു പോയാൽ വലിയ അപകടമാണ്. അഴിമതി കാണിച്ചവൻ ഈ അഴിമതി സമ്പത്ത് ഭാരമായി ചുമന്ന ആഖിറത്തിൽ ഹാജരാക്കപ്പെടും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അഴിമതിക്കാരൻ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ ഇടത് കൈയും വലത് കൈയും ചേർത്ത് പടച്ച തമ്പുരാൻ കെട്ടും. നരകത്തിലേക്ക് വലിച്ചെറിയും. 500 വഴി വർഷം കഴിഞ്ഞാലും ആ നരകത്തിന്റെ അടിത്തട്ടിൽ അവനെത്തൂല. അത്രയും ആഴമുള്ള നരകമാ അഴിമതിക്കാരന് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യമുണ്ടോ? എന്തെങ്കിലും രക്ഷയുണ്ടോ? കൈക്കൂലിക്കാര്, ഗവൺമെന്റ് ഓഫീസർ, മുസ്ലിം കോട്ടയില് ഗവൺമെന്റ് ജോലിയൊക്കെ കെട്ടി കണ്ണാടി കൂട്ടിന് അകത്തോട്ട് കേറിയ പിന്നെ ആരും സലാം പറയാൻ പാടില്ല, ആണല്ലോ, സലാം പറയാൻ പാടില്ല. പിന്നെ മുസ്ലിങ്ങൾ വന്ന ഒരു പ്രത്യേക കലിപ്പ അല്ലേ? ഞാൻ ഇനി വർഗീയവാദിയായാലോ, പിന്നെ ശമ്പളത്തെക്കാൾ കൂടുതൽ കിമ്പളം വേണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതെന്താ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർതശി വറായിശ അല്ലദീ യംശി ബൈനഹുമാ.
കൈക്കൂലി വാങ്ങുന്നവൻ, കൈക്കൂലി കൊടുക്കുന്നവൻ, കൈക്കൂലിക്കാർക്ക് ഇടനിലക്കാരായി നിൽക്കുന്നവൻ, 3 പേരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഹറാമ. ഈ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ട് ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നോമ്പ് പിടിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് റമളാന് മുമ്പ് സാമ്പത്തിക വിശുദ്ധി കൈവരിക്കണം. നമ്മുടെ വിഷയം അതാണ്. റമളാന് മുൻപ് സാമ്പത്തിക വിശുദ്ധി നമ്മൾ കൈവരിക്കണം. ഇല്ലെങ്കിൽ റമളാൻ പോയി, റമളാൻ നഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറെ റമളാനിലെ നോമ്പുകാരുണ്ട്. റമളാനിൽ കുറെ നോമ്പ് പിടിക്കുന്നവരുണ്ട്. നോമ്പ് പിടിക്കാത്തവരുടെ കാര്യമില്ല, നോമ്പ് പിടിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. റമളാനിൽ കുറെ നോമ്പുകാരുണ്ട്. റുബ്ബ സായിമിൻ, കുറെ നോമ്പുകാരുണ്ട്. പക്ഷേ അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ ഒരു നേട്ടവും അവർക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, റമളാനിൽ കുറെ നിസ്കാരക്കാരുണ്ട്. അവരുടെ നിസ്കാരം കൊണ്ട് ഉറക്കമൊഴിയിലും ക്ഷീണവുമല്ലാതെ ഒരു നേട്ടവും അവർക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. റമളാനിൽ ഇബാദത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലേ? റമളാനിൽ നോമ്പ് പിടിച്ചിട്ടും ഒരു കാര്യമില്ല. റമളാനിലെ റഹ്മത്ത് കിട്ടാത്തവർ, റമളാനിലെ മഗ്ഫിറത്ത് കിട്ടാത്തവർ, റമളാനിലെ നരകമോചനം കിട്ടാത്തവർ എന്താ സഹോദരങ്ങൾ ഇത്? അല്ലാഹു റമളാനിൽ പ്രത്യേക കാരുണ്യത്തിന്റെ കവാടം തുറക്കുകയല്ലേ?